അപ്പോൾ ഇന്നത്തെ ഡെലിവറി തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടക്കാണ്. ജിനീഷ് ഏട്ടനും മായ ചേച്ചി ടീച്ചറാണല്ലേ? ആ ഏട്ടന് എന്താ ബിസിനസ് ആണല്ലേ? വണ്ടി കച്ചവടമൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ശരി ശരി. ആ ഞാൻ ഇപ്പോൾ ആളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്, കൊച്ചി ഷോറൂമിൽ വന്നിട്ടുണ്ട് അല്ലേ? കൂടെ ആരൊക്കെയല്ലേ? ആ പേര് അമൽ. അമൽ. നിങ്ങളുടെ പേര്? ഷൗക്കത്ത്. ഫ്രണ്ടാണ്. നിങ്ങളുടെ ബ്ലോഗ് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളൊരു വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ അതിങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ ഇരുന്നിരുന്നു. അപ്പോ അതിലേക്ക് ഫണ്ട് എത്തണ്ടേ, അതാണല്ലോ. അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തെ കാര്യങ്ങൾ ഇത് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ കൂടുതൽ ഇവൾക്കാണ് അറിയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ എടുത്താൽ മതി. അതെ അതെ, ഒരുപാട് സന്തോഷം. അമ്താനോട് പറഞ്ഞേ ഈ ഡെലിവറിക്ക് കാക്കു എന്തായാലും ഇവിടെ വേണം. കാരണം ഒരു അത്രയും കാലമായിട്ട് നമ്മളൊരു 4-5 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ്, നമ്മളെ ഫോളോവേഴ്സാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു. അതെ അതെ, ഞാനത് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അത് ഫിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ശരി ശരി. അപ്പൊ അത് വലിയൊരു കാര്യമാണ്, ലൈഫിൽ ഏറ്റവും വലിയ കാര്യമാണ് അത് വേണ്ടത്. താങ്ക് യു. പലർക്കും അത് സാധിക്കാത്ത കാര്യങ്ങളാണ്. താങ്ക് യു. തീർച്ചയായിട്ടും നല്ല വാക്കുകൾ അല്ലേ? ക്രിസ്ത്യാനാണോ ആഗ്രഹിച്ചിരുന്നത്? ക്രിസ്ത്യൻ ഉദ്ദേശിച്ചിരുന്നു. ഞാൻ തിരുപ്പതി പോയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ക്രിസ്ത്യായിരുന്നു അവിടെ നിന്ന് വന്നത്. അപ്പൊ അതിൽ ട്രാവൽ ചെയ്ത് ഞങ്ങൾ പോയി വന്നപ്പോ തിരിച്ച് ഈശോ അയച്ചാൽ ഒരു ക്രിസ്ത്യൻ ആഗ്രഹം. അത് എത്രത്തോളം നടപ്പിലാവും എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ മുകളില് ഭഗവാനാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിപ്പോ ഒരു കൊല്ലത്തിനുള്ളിൽ അതാളത് സഫലീകരിച്ച് തന്നു. ഇനി ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ സാധിക്കട്ടെ. നമ്മളെല്ലാ പ്രാർത്ഥനയും പിന്തുണയുണ്ട്, ഇതിലൊരു മോട്ടിവേഷനും ഉണ്ട്. കോവിഡ് സമയത്ത് തൊട്ട് തുടങ്ങിയതാണ് ആദ്യത്തെ ഷോറൂമിൽ ചെറുത്. അതെ, അവിടത്തെ തൊട്ട് നിങ്ങളുടെ ഈ ഇതിലുള്ള ഈ ഫോട്ടോസ്. അതെ എറണാകുളത്ത് പോയതും അവിടെ ആ കടയിൽ കാര്യം ഓട്ടോറിക്ഷ വിറ്റ് തുടങ്ങിയത്, ഹീറോ ഹോണ്ട ഉണ്ടായ കാര്യം. അപ്പൊ അതൊക്കെ എന്റെ ലൈഫില് ഞാൻ കുറെ കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതാ. അപ്പൊ അത് നമ്മളെവിടെയൊക്കെയോ അത് അതെ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഇത് പറയണവർക്ക് ഇത് അറിയണമെങ്കിൽ അനുഭവം ഉണ്ടാവണം. തീർച്ചയായിട്ടും. സെയിം അല്ലാത്തവര് അനുഭവിച്ചവർക്ക് ആ ഫീല് വരും. അല്ലാത്തവര് കേൾക്കും, മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ വെണ്ടൂർ MLA അനിൽകുമാർ ആയിട്ടുള്ള വ്ലോഗ്, പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വാച്ച് കെട്ടിയില്ലെങ്കിലും നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയില്ല. തീർച്ചയായിട്ടും. എറണാകുളത്ത് നിങ്ങൾ ടാറ്റ വിസ്റ്റയില് സഞ്ചരിച്ചത് കാരണം അത്രയും നമ്മളെ. എന്റെ ഫാദർ ആയിരുന്നു എന്റെ ഒരു മോഴ. ആള് ബെൻസ് കാർ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് ആനനെ മേടിക്കണം, ബെൻസ് കാർ മേടിക്കണം ഇതായിരുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ബെൻസ് കാർ മേടിക്കണം. പിന്നെ വലുതായി ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വാങ്ങണല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായി. അതൊക്കെ അത് ഇപ്പോഴും റിയലായി. ഇപ്പൊ നമ്മള് ബെൻസ് മേടിക്കുന്ന ആഗ്രഹിച്ചിരുന്നു. മാറി ചിന്തിച്ചാണ് ക്രിസ്റ്റയിലേക്ക് ടൊയോട്ടയിലേക്ക് എത്തിയത്. ഇനി ബെൻസ് വാങ്ങിക്കാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫാദർ ഇല്ല, പക്ഷെ ആളുടെ ഓർമ്മയ്ക്കാണ് ഞാൻ ഇപ്പൊ അത് സാധിക്കണം. ആളെന്റെ അടുത്ത് വണ്ടി വാങ്ങടാന്ന് നമ്മള് സേഫ് ആവാണ്ട് ചെയ്യാൻ വെറുതെ വണ്ടി വാങ്ങിയോണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും വീട്ടിൽ കിടന്ന് ഉറങ്ങണല്ലോ. അല്ലേ? ഇത് കേൾക്കുന്നവർക്ക് ഒരുപാട് ചിന്തിക്കാണ്ട്, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും അല്ലേ? എന്താ ടീച്ചർ സന്തോഷം അല്ലേ?